ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പറകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഇവിടെ ശിഷ്യന്മാരോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പോകുക, ഇവിടെ നീ നിൽക്കണ്ട എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? അതിന്റെ വിശദീകരണം അവിടെ കാണുന്നില്ല. എന്നാലേ യോഹന്നാൻ ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയ ഭാഗവും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. കർത്താവ് ഇവർക്ക് അപ്പമൊക്കെ ഇങ്ങനെ നോക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ജനം വിചാരിച്ചു കർത്താവ് വളരെ നല്ലയാളാണ്, കർത്താവിനെ പോലെ ഒരാളെയാണ് രാജാവായിട്ട് കിട്ടുന്നതെങ്കിൽ അത് അത്ഭുതകരമായ കാര്യമായിരിക്കും, പിന്നീട് പട്ടിണിയൊന്നുമില്ലാതെ ജീവിക്കാമല്ലോ എന്നാണ് ഇവരുടെ ചിന്ത. ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പട്ടിണിയുള്ള കാലമാണ്. ജനങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ കഴിവുള്ള ആരായാലും ആ വ്യക്തി വേണം രാജാവാകാൻ എന്നാണ് ചിന്ത. ഇന്നാണെ പോലും ആഹാരം തരാൻ കഴിവുള്ള ആളെ തീർച്ചയായും നാം ഡിപ്പെൻഡ് ചെയ്യുമല്ലോ, ബഹുമാനിക്കുമല്ലോ. അന്നും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് കർത്താവായ യേശു